ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് +1 സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സും പിന്നെ എന്റെ +1 എക്സ്പീരിയൻസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. അപ്പൊ ആദ്യം തന്നെ ചാനൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ +1 ക്ലാസ് ഒക്കെ തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടമുള്ള കോഴ്സും സ്കൂളും ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു, എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയോ, പഠിക്കാനൊക്കെ പറ്റുന്നോ എന്നൊക്കെ ഉള്ളൊന്ന് കമന്റ് ചെയ്യാം. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും, പക്ഷെ പിന്നെയാണ് നമുക്ക് നല്ല ടഫാന്ന് മനസ്സിലാവുന്നത്. ആദ്യത്തെ ഓരോരോ ചാപ്റ്ററും നമുക്ക് പഠിച്ചെടുക്കാനൊക്കെ പറ്റും, നല്ല ഈസിയാണ്. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ടഫാവും. നമ്മളിപ്പം പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പം നമ്മളൊരു എൻജോയ്മെന്റിന്റെ മൂഡിലോട്ട് പോവാൻ നോക്കും. പക്ഷെ ഞാൻ അങ്ങനെ പോയതാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ്, അങ്ങനെ ഒരിക്കലും പോകരുത്. എൻജോയ്മെന്റ് ഒക്കെ വേണം, നല്ലപോലെ എൻജോയ്മെന്റ് വേണം, പക്ഷെ എന്നാ പഠിക്കുകയും വേണം. ഞാൻ എൻജോയ്മെന്റ് മാത്രമേ തുടങ്ങിയ സമയത്തൊക്കെ നോക്കിയുള്ളൂ. പക്ഷെ പഠിച്ച്, കുഴപ്പമില്ലാതെ പഠിച്ച്. പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ്, പുതിയ സ്കൂൾ, അപ്പൊ ആ ഒരു വൈബിനൊത്ത് എല്ലാരും മാറും. പക്ഷെ അങ്ങനെ മാറാൻ നിൽക്കരുത്, നമ്മൾ പഠിക്കുക. ഇപ്പോഴത്തെ രീതിയിൽ +1ന്റെയും +2ന്റെയും മാർക്ക് ഒരുമിച്ചാണ് വാല്യൂ ചെയ്യുന്നത്. എന്ന് പറയുമ്പം 1200 നമുക്കൊക്കെ വരുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അറ്റ് പ്രസന്റ് ഇപ്പൊ 1200 നോക്കുന്നത്. ഇപ്പൊ നമ്മൾ +1 ഇപ്പൊ ഒരു 10 മാർക്ക് കുറഞ്ഞെന്ന് വെച്ചോ, +2 നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിച്ചെങ്കിലും ആ ഒരു 10 മാർക്കിന്റെ വ്യത്യാസം ആ 1200 കാണും. അപ്പം മാക്സിമം +1 സ്കോർ ചെയ്യുക, +2 സ്കോർ ചെയ്യുക. അപ്പോഴാണ് നല്ല ഒരു മാർക്ക് കിട്ടുന്നത്. സെക്കൻഡ് ടേം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ടഫ്നെസ് ഒക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പഠിച്ചു തുടങ്ങും. പിന്നെ ജനുവരി തുടങ്ങാം, സ്റ്റഡി ലീവ് വരൂലേ, അപ്പൊ പഠിക്കാന്ന് പറഞ്ഞ് നിൽക്കരുത്. അപ്പൊ നല്ല ലോഡായിരിക്കും പഠിക്കാൻ. നോട്ട് തരുന്ന മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ടെക്സ്റ്റിലെ ഓരോരോ സെന്റൻസും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റൂല. അപ്പം ലാസ്റ്റ് സമയം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ നോക്കത്തുള്ളൂ, എല്ലാം ഒന്നും നമ്മൾ നോക്കാൻ നിൽക്കൂല. അപ്പം ആദ്യം തൊട്ടേ എല്ലാം ഇങ്ങനെ പഠിച്ച് പോവുകയാണെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്ക് ജനുവരി സ്റ്റഡി ലീവ് ഒക്കെ സമയത്ത് നമുക്കൊന്ന് റിവൈസ് ചെയ്താൽ മതി. അപ്പൊ നല്ല കണക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോഴേ നല്ലതായിട്ട് വർക്ക് ചെയ്യാം, അവസാന നിമിഷം വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കരുത്. ഞാൻ അങ്ങനെ നിന്ന ഒരാളാണ്. പക്ഷെ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ എനിക്കുണ്ട്. എനിക്ക് +1 472 മാർക്കുണ്ട് ഔട്ട് ഓഫ് 520. അതിൽ എനിക്ക് 91% മാർക്കുണ്ട്. ഇപ്പൊ എക്സാം ടൈം ആയപ്പോഴത്തേക്ക് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലം, പുറ്റിങ്ങൽ ക്ഷേത്രം, അവിടെ ഉത്സവം നടക്കുമായിരുന്നു. അത്യാവശ്യം വലിയൊരു ഉത്സവമാണ്. അപ്പൊ എന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ പരിപാടിയൊക്കെ കാണാൻ പോകും. വലിയ വലിയ പരിപാടിയാണ്. വിധു പ്രതാപിന്റെ പരിപാടി ഉണ്ടായിരുന്നു, ഗംഗാ ശ്രീധരൻ, അങ്ങനെ കുറെ വലിയ ആൾക്കാരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് കാണാനൊക്കെ പോകുമ്പോ വീടെത്തുമ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആവും. എന്നിട്ട് പകലൊക്കെ ഇരുന്ന് പഠിക്കാൻ വിചാരിക്കുമ്പോൾ നല്ലതായിട്ട് ഉറക്കം വരും. രാത്രി ലേറ്റ് ആയിട്ടാണല്ലോ വീട്ടിലോട്ട് വരുന്നത്. അപ്പം പകല് പഠിക്കാൻ വിചാരിക്കുമ്പോഴത്തേക്ക് പകല് നല്ല ഉറക്കം വരും. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെയാണ് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഉളപ്പിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാല്, എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉളപ്പരുത്, നല്ലപോലെ ഇരുന്ന് പഠിക്കുക. ആദ്യമേ പഠിച്ചു തന്നെ തീർക്കുക. അവസാനം പഠിക്കാൻ ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിക്കാനേ പാടില്ല. സമയമൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും. ഞാൻ +1 എത്ര പെട്ടെന്നാ പോയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയില്ല. ഇപ്പൊ +2 തുടങ്ങിയിട്ട് 2 മാസമായി. പെട്ടെന്നൊക്കെയാണ് ഓരോന്നും പോകുന്നത്. അപ്പം എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് ഉളപ്പാതെ നല്ലപോലെ പഠിക്കുക, ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. പിന്നെ +1 ആകുമ്പോഴത്തേക്ക് ലാബ് ഇല്ല, റെക്കോർഡ് ഇല്ല. അപ്പം അത്രയും സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാം. പക്ഷെ +2 ആകുമ്പോഴത്തേക്ക് ലാബ്, റെക്കോർഡ്, പ്രാക്ടിക്കല്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പം അത്രയും സമയം നമുക്ക് കുറവായിരിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കുറെ സമയം ഇങ്ങനെ റെക്കോർഡ് എഴുതാനും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ +1 ആകുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കുറെ സമയമുണ്ട്, നല്ലപോലെ പഠിക്കുക. അത്യാവശ്യം നല്ലപോലെ പഠിക്കാനും ഉണ്ട് +1. അപ്പൊ നല്ലപോലെ സ്കോർ ചെയ്യാൻ നോക്കുക മാക്സിമം. ഇത് ഞാൻ ആദ്യം ഒരു സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത്. അപ്പം +1 നല്ല സമയമുണ്ട് +2 വെച്ച് നോക്കുമ്പോൾ നല്ലപോലെ വർക്ക് ചെയ്യുക. അപ്പൊ +2 ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ലാബും പ്രാക്ടിക്കലും റെക്കോർഡും ഒക്കെ വരുന്നത്. ചില സ്കൂളുകളിൽ +2 തുടങ്ങിയ വെക്കേഷൻ ടൈമിൽ തന്നെ കൊടുത്തായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ഓണത്തിന് തരുമെന്നാണ് പറഞ്ഞത്. ഞാൻ പൊതുവെ പറഞ്ഞതാണ്, എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഞാനൊരു ബയോളജി സ്റ്റുഡന്റ് ആണ്. അപ്പം ബയോളജി സയൻസിനെ പറ്റി കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം കമ്പ്യൂട്ടർ സയൻസിനും ബയോളജി സയൻസിനും കോമൺ ആയിട്ട് വരുന്നതാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും. അപ്പൊ അതിലും മൂന്നിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. നല്ല പോലെ അതിനു വേണ്ടി വർക്ക് ചെയ്യുക.
എനിക്കിതില് 3-ൽ ഏറ്റവും എളുപ്പം മാത്സ് ആണ് ഫീൽ ചെയ്തത്. മാത്സ് നല്ല എളുപ്പമായിരുന്നു. എനിക്ക് 79 മാർക്ക് ഉണ്ടായിരുന്നു 80-ല് മാത്സിന്. നല്ല സിമ്പിൾ ആണ് മാത്സ്. നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് എഴുതിയെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല, അത് ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒരു ഇക്വേഷൻ പോലും വിടാതെ എല്ലാ ഇക്വേഷനും നോക്കി എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. നമ്മളൊരു പ്രോബ്ലം ഡയറക്റ്റ് ആയിരിക്കില്ല നമുക്ക് ഇക്വേഷൻ ഇട്ട് ചെയ്യേണ്ടി വരുന്നത്. പല പല ഇക്വേഷനായിരിക്കും നമുക്ക് അവസാനത്തെ ഇക്വേഷൻ ഇട്ട് എഴുതി വരുന്നത്. അപ്പം എല്ലാ ഇക്വേഷനും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ ഓരോരോ പ്രോബ്ലംസും ചെയ്ത് ചെയ്ത് പഠിക്കുക. നമ്മൾ എത്ര ചെയ്ത് പഠിച്ചാലും എക്സാം ഹാളിൽ കയറുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷൻ എന്തായാലും വരും. അപ്പൊ നമുക്ക് മിക്ക കാര്യങ്ങളും മറന്നൊക്കെ പോവും. അപ്പം നല്ലപോലെ വർക്ക് ചെയ്യുക, നല്ലപോലെ ഹാർഡ് വർക്ക് എടുത്ത് പഠിക്കുക. എന്നാലും നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് കെമിസ്ട്രിക്കും ബയോളജിക്കും ഇംഗ്ലീഷിനുമാണ് A+ പോയത്. A ആണ് 3. ബാക്കി ഫിസിക്സ്, മാത്സ്, ഹിന്ദി അതിന് 3 A+ ഉണ്ട്. 2-3 മാർക്കിനൊക്കെയാണ് എനിക്ക് A+ ഒക്കെ പോയത്. ഇംപ്രൂവ്മെന്റ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവസാനം നടക്കുവാണെങ്കിൽ എഴുതാം. അപ്പം കെമിസ്ട്രി നല്ലപോലെ വർക്ക് ചെയ്യുക. എനിക്ക് നല്ല ടഫായിരുന്നു കെമിസ്ട്രി. എന്താണെന്ന് അറിയത്തില്ല എനിക്ക്. പക്ഷെ ചിലരൊക്കെ പറഞ്ഞ് എളുപ്പമായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല ടഫായിട്ട് തോന്നി. അപ്പം നല്ലോണം കെമിസ്ട്രിയും ഫിസിക്സും മാത്സും പഠിക്കുക. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇമ്പോർട്ടൻസ് അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. NCERT ആണ്. ഓരോ ഫുൾ സ്റ്റോപ്പ് വിടാതെ നമ്മൾ പഠിക്കുക. വൺ വേർഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടഫായിരിക്കും എഴുതാൻ. അപ്പം ഓരോരോ ഫുൾ സ്റ്റോപ്പ് വിടാതെ നമ്മൾ നല്ലപോലെ എല്ലാ ടെക്സ്റ്റ് ബുക്കും വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒരു കാരണവശാലും മാറ്റി വെക്കരുത്. ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നോട്ട്ബുക്ക് മാത്രം പഠിക്കും, ടെക്സ്റ്റ് മേടിച്ചിട്ടില്ല, എനിക്ക് ടെക്സ്റ്റ് വേണ്ട, ടെക്സ്റ്റിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനൊന്നും ചെയ്യരുത്. ടെക്സ്റ്റ് ബുക്കിന്റെ ഇമ്പോർട്ടൻസ്, ടെക്സ്റ്റ് ബുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പം ഏതെങ്കിലും ഇപ്പൊ പ്രോബ്ലം ചെയ്യണമെങ്കിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു തിയറി വെച്ചായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ്. നല്ലപോലെ ടെക്സ്റ്റ് വായിക്കുക. നോട്ട് പഠിക്കുന്നതിനൊപ്പം തന്നെ ആ ഒരു പോർഷൻ ടെക്സ്റ്റ് ബുക്കിലും കൂടെ നന്നായിട്ട് വായിച്ചു വെക്കുക. എന്നാലും നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ. ചില ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണും, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണും. ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കതും ടെക്സ്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്ക് നല്ല പോലെ വായിക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ മിക്ക ക്വസ്റ്റ്യൻസ് നമുക്കിപ്പം അടുത്ത് വരുന്ന എക്സാമിന് നമുക്ക് കാണാൻ പറ്റും. ഒരു 10 വർഷം വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വരുന്ന എവിടെന്നെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതേ മോഡലായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോൾ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം, ചിലപ്പോൾ നമ്പേഴ്സ് ഒക്കെ മാറ്റി ചോദിക്കാം. അപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. അപ്പൊ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ അത്രയും നല്ല യൂസ്ഫുൾ ആണ്. ഇതൊക്കെ ഞാൻ അവസാനമാണ് അറിയുന്നത്. അപ്പൊ അവസാനം എപ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ചെയ്ത് നോക്കി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ യൂട്യൂബിലെ ക്ലാസ്സസ്, ട്യൂഷൻ ക്ലാസ്സസ്, സ്കൂളിലെ ക്ലാസ്സസ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. എനിക്കറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, ക്ലിയർ ചെയ്യാം. പിന്നെ ഗൂഗിളിൽ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് നോട്ട്സ് ഒക്കെ കിട്ടും. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പം ഒരുപാട് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നല്ലവണ്ണം പഠിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ നല്ലപോലെ അത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ബോട്ടണിയിലും സുവോളജിയിലും ഡയഗ്രാം ലേബലിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് വരയ്ക്കാൻ ചോദിക്കുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, കാരണം ഞങ്ങൾക്ക് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ലേബലിംഗ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. എവിടെന്നെങ്കിലും ഒരു ഡയഗ്രാം എന്തായാലും ചോദിക്കും. അപ്പൊ ഒരുപാട് ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വരച്ച് പഠിക്കുക. അപ്പൊ വരച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ലേബൽ ചെയ്യാനും ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. അപ്പൊ ലേബലിംഗ് ഒരു കാരണവശാലും വിടരുത്. നല്ല ഇമ്പോർട്ടന്റ് ആണ് ലേബലിംഗ്. പിന്നെ കഴിവതും ക്ലാസ്സിൽ ആബ്സെന്റ് ആവാതിരിക്കാൻ നോക്കുക. എനിക്ക് കൂടുതലും ക്ലാസ്സിൽ കേട്ട്, ട്യൂഷൻ ക്ലാസ്സിലും സ്കൂളിലെ ക്ലാസ്സിലും കേട്ടുള്ള ഓർമ്മയിലാണ് ഞാൻ മിക്കതും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ കേട്ട് അപ്പോഴത്തേക്ക് പഠിക്കുന്നതാണ്. അറ്റൻറ്റീവ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. പിന്നെ ഞങ്ങൾ മൂകാംബികയിലൊക്കെ ട്രിപ്പ് പോയ സമയത്ത് ഒരാഴ്ച ഞാൻ സ്കൂളിലും പോയിട്ടില്ല, ട്യൂഷനും പോയിട്ടില്ല. അപ്പൊ മാത്സിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും ഒരേ സമയത്താണ് എടുത്തത്. അപ്പൊ എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ലായിരുന്നു ആ ചാപ്റ്റർ. ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ലായിരുന്നു. ലാസ്റ്റ് എക്സാമിന് ഞാൻ ആ ചാപ്റ്റർ നോക്കിയ പോലും ഇല്ല. എന്നിട്ടും എനിക്ക് 79 മാർക്കുണ്ട്. അതെങ്ങനെയാന്ന് എനിക്ക് ഒരു പിടിയില്ല. ആ ചാപ്റ്ററിൽ നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും എഴുതില്ല. എനിക്ക് മനസ്സിലാവത്ത പോലും ഇല്ല ചില ചാപ്റ്റർ. ഇപ്പം ഇപ്പൊ ഏതെങ്കിലും തന്നു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ആണോ ചെയ്യേണ്ടത്, കോമ്പിനേഷൻ ആണെന്ന് ഒരു പിടിയില്ലായിരുന്നു. പിന്നെ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് കൊടുത്ത്. അപ്പം എനിക്ക് നല്ല മാർക്ക് കിട്ടി.
അപ്പൊ അതുപോലെ ആരും ആബ്സെന്റ് ആവാതിരിക്കാൻ നോക്കുക. ഇത് കണക്ക് എനിക്ക് പറ്റിയ കണക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. അന്നെന്നുള്ളത് അന്ന് തന്നെ പഠിക്കുക. ഇപ്പൊ സ്കൂളിൽ ഒരു പോർഷൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്നിട്ട് അന്ന് തന്നെ അത് കവർ ചെയ്യുക. നോട്ടും പഠിച്ച് ആ ഒരു പോർഷൻ ടെക്സ്റ്റിലും വായിച്ച് വെക്കുക. പിന്നെ മാറ്റി വെക്കാന്നുണ്ട് കഴിഞ്ഞാൽ ഒരുപാട് ഓവർലോഡ് ആവും, അത് ഉറപ്പാണ്. അങ്ങനെ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അന്നുള്ളത് അന്ന് തന്നെ പഠിച്ചു തീർക്കുക. അല്ലെങ്കിൽ അത് അവസാനം ഭയങ്കര മെനക്കേടാവും. നമുക്കത് അവസാനം പഠിച്ചു തീർക്കാൻ പറ്റൂല. നമുക്ക് മടുക്കും. അത് ഒരുപാട് നോക്കിയാൽ നമുക്ക് മടുക്കും. അതിനേക്കാളും നല്ലത് നമ്മൾ അന്നെന്നുള്ളത് അന്ന് തന്നെ പഠിക്കുക. ഞാൻ അങ്ങനത്തെ ഒരാളല്ലായിരുന്നു. അവസാനമായപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അന്നെന്നുള്ളത് അന്ന് തന്നെ പഠിക്കുക. അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞു തന്നതാണ്. അപ്പം നിങ്ങൾക്കുള്ള പ്ലസ് വണ്ണിലേക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസും പിന്നെ ടിപ്സും ഒക്കെ പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ ചാനലിൽ 10K+ സബ്സ്ക്രൈബേഴ്സ് ആയി. ഒരുപാട് താങ്ക്സ്. ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങൾ 10K സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നവജീവൻ അഭയ കേന്ദ്രത്തിലാണ് പോയത്. അപ്പൊ അതിന്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.